ക്യാമ്പിൽ എത്തിയ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ദൃശ്യങ്ങളാണ്. അവർ ക്യാമ്പിൽ ഉള്ളവരുമായി നേരിട്ട് ആശയവിനിമയം നടത്തുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് മറ്റൊരു ക്യാമ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും എത്തിയിട്ടുള്ളത്. വലിയ ആൾത്തിരക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ട്. സിഗ്നലുകൾ അടക്കം ലഭിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്ന പശ്ചാത്തലം ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കനത്ത മഴ അവിടെ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യമുണ്ട്. തിരച്ചിൽ ഉൾപ്പെടെ ഊർജിതമായി പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്ന പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത്. മരണസംഖ്യ 291 എത്തിയിട്ടുണ്ട്. 210 ആളുകളെ ഇനിയും അറിയേണ്ടതുണ്ട്. ഇവരെക്കുറിച്ചുള്ള ഒരു വിവരവും ഈ ഘട്ടത്തിൽ ലഭ്യമല്ല എന്നുള്ളതാണ്. നേരത്തെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വ്യക്തമാക്കിയതനുസരിച്ച് റേഷൻ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിൽ 206 ആളുകളെ കണ്ടെത്താനുണ്ട് എന്ന തരത്തിലുള്ള പ്രതികരണം മന്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് എത്തിയിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആളുകളെ കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് കണക്കുകൾ പുറത്തുവരുന്നത്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ജോലി ചെയ്തിരുന്നതായുള്ള വിവരങ്ങളുണ്ട്. റിസോർട്ടുകൾ ഉൾപ്പെടെ അധികമുള്ള ഒരു പ്രദേശമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ റിസോർട്ടുകളിൽ ഒക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമുള്ളവർ എത്തിയിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. അതോടൊപ്പം വിനോദസഞ്ചാരത്തിനുമൊക്കെയായി കൂടുതൽ ആളുകൾ എത്തിയിരുന്നു എന്നതിൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ അവരൊക്കെ കേരള സർക്കാരിനെയും മറ്റ് ഹെൽപ്പ് ലൈൻ ഡെസ്കിലുമൊക്കെ ബന്ധപ്പെടേണ്ടതായിരുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ സ്ഥലത്തെ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തുകയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമലയിലും മുണ്ടക്കയിലുമാണ് നേതാക്കൾ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ വയനാട്ടിൽ എത്തുകയും ഉന്നത ഉദ്യോഗസ്ഥരുമായി സംഭാഷണം നടത്തുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി ഈ പ്രദേശവാസികളുമായി, ഈ ദുരിതത്തെ അതിജീവിച്ചവരുമായും ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നവർ, ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് കാണാൻ സാധിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയോടൊപ്പം മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, എംപിമാർ, MLA മാർ അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ചാണ് വയനാട്ടിലേക്ക് എത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംഘത്തോടൊപ്പം തന്നെ ഉണ്ട്. മേപ്പാടിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ ആണ് രാഹുൽ ഗാന്ധി എത്തിയത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തന്നെ ക്യാബിനറ്റ് റാങ്കുള്ള നേതാവാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. നേരത്തെ വയനാടിൻ്റെ MP ആയിരുന്നുവെങ്കിൽ നിലവിൽ വയനാട്ടിൽ നിന്ന് വിജയിച്ചുവെങ്കിലും ആ MP സ്ഥാനം ഒഴിഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഒരുക്കേണ്ടതില്ല എന്ന് നേരത്തെ രാഹുൽ അറിയിച്ചിരുന്നതായാണ് വിവരം. ഷബീർ വീണ്ടും ചേരുന്നുണ്ട്. ഷബീർ, ഈ സന്ദർശനം പൂർത്തിയാക്കി അവർ മടങ്ങിയോ? എന്താണ് വിവരങ്ങൾ? ഷബീർ, രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ക്യാമ്പിൽ നിന്ന് മടങ്ങിയോ? ഇല്ല അഭിലാഷ്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോഴും മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ തുടരുക തന്നെയാണ്. അവർ ഓരോരോ ക്ലാസ് മുറികളിലായിട്ടാണ് ക്യാമ്പ് സജ്ജീകരിച്ചിരിക്കുന്നത്. അവരിപ്പോഴും ഓരോരോ ക്ലാസ് മുറികളിലായി കയറി ക്യാമ്പ് അംഗങ്ങളെ കണ്ട് അവരുടെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ മേപ്പാടി ചൂരൽമലയിലെ സന്ദർശനത്തിന് ശേഷം അവർ നേരെ എത്തിയത് മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. പക്ഷെ അവിടെ അധിക സമയം തങ്ങാൻ രാഹുൽ ഗാന്ധിക്ക് ആയില്ല. കാരണം അവിടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം മുന്നോട്ട് നടന്നു നീങ്ങുകയായിരുന്നു. അങ്ങനെ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഹാളിൽ അദ്ദേഹം കയറി അല്പസമയം അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരുമായി സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം നേരെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനപ്പെട്ട ക്യാമ്പ് പ്രവർത്തിക്കുന്ന ഇടത്തേക്ക് അദ്ദേഹം നീങ്ങുകയായിരുന്നു. നമുക്കറിയാം, 8000-ലധികം ആളുകളാണ് വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളായിട്ടുള്ള ക്യാമ്പുകളിൽ, അത് സുൽത്താൻ ബത്തേരി താലൂക്കിലെയും ബത്തേരി താലൂക്കിലെയും പ്രധാനപ്പെട്ട സ്കൂളുകളൊക്കെയാണ് ഇപ്പോൾ ക്യാമ്പാക്കി മാറ്റിയിരിക്കുന്നത്. ആ ക്യാമ്പുകളിലൊക്കെയായി 8000-ലധികം ആളുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളതും ഏറ്റവും അടുത്തുള്ളതുമായ ക്യാമ്പ് എന്ന് പറയുന്നത് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ആ സ്കൂളിന്റെ 3 നില കെട്ടിടത്തിന്റെ 2 നിലയും പൂർണ്ണമായും
ക്യാമ്പാക്കി മാറ്റിയിരിക്കുന്നു. ആ ക്യാമ്പുകൾക്കുള്ളിൽ താമസിക്കുന്നത് മുണ്ടക്കൈ, അതുപോലെ തന്നെ അട്ടമല, അതുപോലെ തന്നെ ചൂരിമല പ്രദേശങ്ങളിൽ നിന്നുള്ള ഈ വലിയ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വന്ന നിസ്സഹായരായ മനുഷ്യരാണ്. അവരെല്ലാവരും ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഇപ്പോൾ എല്ലാ മനുഷ്യരും ഒന്നായി മാറുന്ന കാഴ്ച. അതിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ ഒന്നും വേർതിരിവുകളിൽ ഇല്ല. അതുപോലെ തന്നെ പണം കൂടുതലുള്ളവനോ കുറവുള്ളവനോ എന്നുള്ള തരത്തിലുള്ള യാതൊരു വേർതിരിവുകളുമില്ലാതെ ഇപ്പോൾ ഇതാ മനുഷ്യ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുകയാണ്. ഷബീറാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ നൽകുന്നത്. ഷബീർ, ഇപ്പോഴും ആ സന്ദർശനം തുടരുന്നു എന്നാണല്ലോ. തീർച്ചയായും അവിടെ താമസിക്കുന്നവരുടെ മാനസികാവസ്ഥ അത് നമുക്ക് വിവരിക്കാൻ പറ്റുന്ന ഒന്നല്ല. വലിയ നഷ്ടം ആണ് സംഭവിച്ചത്. ഒരു രാത്രി ഉറങ്ങി വെളുക്കുമ്പോഴേക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാം തന്നെ നഷ്ടമായത്. ആ ഞെട്ടലിൽ നിന്ന് അവർ ഇപ്പോഴും മുക്തരായിട്ടുണ്ടാകില്ല. ബന്ധുക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തവർ, തനിച്ചായി പോയവർ, എല്ലാം കൈവിട്ടു പോയവർ, അവർ എന്താണ് പറയുന്നത്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അവർക്കെല്ലാം നഷ്ടമായി എന്ന് മാത്രമല്ല, അതിൽ പലരും കാത്തിരിക്കുന്നത് തങ്ങളുടെ ഉറ്റവരെയും ഉടവരെയും കഴിഞ്ഞ 2 ദിവസമായി കാണാനില്ല. അവരുടെ മൃതശരീരമെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ക്യാമ്പുകളിൽ കഴിയുന്നു എന്നുള്ള ഏറ്റവും സങ്കടകരമായ കാര്യമുണ്ട്. അതുപോലെ തന്നെ അതിൽ പലരുടെയും ബന്ധുക്കളുടെ മൃതദേഹങ്ങളൊക്കെ ഏറ്റുവാങ്ങി സംസ്കാര ചടങ്ങുകളൊക്കെ പൂർത്തിയായി. അതിലൊന്നും പലർക്കും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നേരത്തെയൊക്കെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഒരുപാടുണ്ട്. അതിഥി തൊഴിലാളികളായി നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവർ, അവരേറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു മേഖല, വയനാട്ടിൽ അവർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഒന്ന് തോട്ടം മേഖലയാണ്. കാർഷിക മേഖലയിലൊക്കെ ഈ നേപ്പാളിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെയുള്ള ആളുകൾ കുടുംബസമേതം താമസിച്ച് അവിടെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ടത് ഈ റിസോർട്ടുകളിലൊക്കെ ജോലി ചെയ്യുന്ന, ഹോം സ്റ്റേകളിലൊക്കെ ജോലി ചെയ്യുന്ന, ഭക്ഷണം ഉണ്ടാക്കുകയും അതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളും ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ട് ഒരുപാടുണ്ട്. അവരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നിശ്ചയമായും ഉറപ്പുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ഈ ക്യാമ്പുകളിലൊക്കെ കാണുന്നത് നേപ്പാളിൽ നിന്നൊക്കെയുള്ള അവിടുത്തെ ആളുകളുടെയൊക്കെ ഒരുപാട് കൂട്ടമായി തന്നെ അവരെ നമുക്ക് ക്യാമ്പുകളിൽ കാണാം. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ മാത്രമല്ല, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പ്രത്യേകിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ക്യാമ്പുകളിൽ ഉണ്ടായിരിക്കാം, ഫോൺ സംവിധാനമൊന്നും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ അതിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാകാമെന്നും അവർക്ക് ഉറപ്പുണ്ട്. കാരണം ഈ ദുരിതം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയത് മുകളിൽ നിന്നും മല അടർന്നിറങ്ങി വീണപ്പോൾ ഈ പുഴയോട് ഏറ്റവും അടുത്ത് കിടന്നിരുന്ന പ്രദേശങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് കിടന്നിരുന്ന വീടുകളൊക്കെയാണ് പൂർണ്ണമായും നാമാവശേഷമായി പോയത്. അവിടെ നിന്നൊക്കെ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നേരത്തെ ന്യൂസ് 18നോടൊക്കെ സംസാരിച്ചതുപോലെ, അവർ രാത്രി ഇതിന്റെ ഒരു വിവരം അറിഞ്ഞ് അല്ലെങ്കിൽ ഉറങ്ങാതിരുന്ന ആളുകൾ ഈ ഒരു ശബ്ദം കേട്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് മറ്റേതെങ്കിലും ഭാഗത്ത് പോയി നേരം വെളുപ്പിച്ചത് കൊണ്ട് മാത്രമാണ് പലരും രക്ഷപ്പെട്ടത്. അല്ലാതെ വീടുകൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഭൂരിഭാഗം ആളുകളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന ഈ കണക്കുകളൊക്കെ ഒരുപക്ഷെ ഇതിനേക്കാൾ ഒക്കെ ഒരുപാട് അപ്പുറത്താണ് ഇതിന്റെ ഒരു ഭീകരത എന്ന് നമുക്കിപ്പോൾ പറയാതിരിക്കാൻ വയ്യ. കാരണം നമ്മുടെയൊക്കെ സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നത് പല വീടുകളും 200-300 വീടുകളൊക്കെ ഉണ്ട്. അതിൽ തന്നെ വളരെ കുറഞ്ഞ വീടുകളുള്ളവർ മാത്രമേ തിരികെ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ മരണസംഖ്യ 300ന്റെ മുകളിലേക്ക് പോകുമ്പോൾ അത് ഇനിയും ഒരുപാട് ഉയരുമെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ പറയാതിരിക്കാനല്ലാതെ ഇവിടെ നിന്നും ആകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവരെല്ലാവരും പറയുന്നുണ്ട്, ഇപ്പോൾ വന്ന മൃതദേഹങ്ങളുടെ കൂട്ടത്തിലൊന്നും ഞങ്ങൾ തേടുന്ന ഞങ്ങളുടെ ബന്ധുക്കളില്ല, ഞങ്ങളുടെ ഉറ്റവരില്ല, ഉടയവരില്ല, സുഹൃത്തുക്കളില്ല. അപ്പോൾ പിന്നെ അവരെവിടെയെന്ന ചോദ്യത്തിന്റെ ഉത്തരം ഒരുപക്ഷെ അവരെല്ലാം ചാലിയാറിന്റെ തീരങ്ങളിൽ, ചാലിയാറിന്റെ അടിത്തട്ടുകളിൽ, അതല്ലെങ്കിൽ ഈ ചാലിയാർ ഒഴുകി കോഴിക്കോട് നിന്നും ഫറൂഖ് വഴി കടലിൽ ചേരുകയാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇനി തിരിച്ചു കിട്ടാത്ത മൃതദേഹങ്ങളായി അല്ലെങ്കിൽ തിരികെ വരാത്തവരായി എത്ര ആളുകൾ ഉണ്ടാകും എന്ന കാര്യത്തിലും അതിന്റെ കണക്കുകളൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റൊക്കെ പുറത്തുവിടുന്നതിനേക്കാൾ ഭീകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോൾ
മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം MP ആയിരുന്ന മണ്ഡലത്തിൽ അദ്ദേഹം ഒരുപാട് നടന്നു കയറിയ മലപ്രദേശങ്ങളൊക്കെയാണിത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വന്ന ആൾക്കൂട്ടങ്ങളൊക്കെ ആയിരുന്ന മനുഷ്യരൊക്കെ തന്നെയാണിത്. അല്ലെങ്കിൽ അദ്ദേഹം സ്നേഹിച്ചിരുന്ന ആളുകളൊക്കെയാണ്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെയാണ്. അദ്ദേഹവും ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് തവണ വന്നിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തെ അറിഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിലൂടെ ഈ നേതാക്കൾ കടന്നു വരുമ്പോൾ അവർക്ക് ഈ ക്യാമ്പുകളിലേക്ക് പോകാതിരിക്കാനാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ പരിമിതമായ സൗകര്യങ്ങൾ, കനത്ത മഴ, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ബന്ധുക്കൾ മൃതദേഹം തിരിച്ചറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ബന്ധുക്കൾ, ആശുപത്രികളിൽ പരിക്ക് പറ്റിയ ആളുകൾ, അങ്ങനെയൊക്കെയുള്ള വലിയ ആൾക്കൂട്ടം, അതിനെല്ലാം ഉപരി ആരോഗ്യ പ്രവർത്തകരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും വലിയ ആൾക്കൂട്ടം, ഈ ആൾക്കൂട്ടങ്ങൾക്കൊക്കെ ഇടയിലൂടെ ഈ നേതാക്കളൊക്കെ വരുമ്പോൾ അത് മറ്റു തലത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർക്ക് വന്ന് കണ്ട് ഇതിന്റെ യഥാർത്ഥ സ്ഥിതി, ഒരുപക്ഷെ സ്ക്രീനിലൂടെ കാണുന്നതിലും അപ്പുറത്തേക്ക് ഇതിന്റെ ഒരു സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാൻ അത് തന്നെയാണ് നേരത്തെ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള വോളണ്ടിയർ നമ്മളോട് പ്രതികരിച്ചതും. ഇത് ടെലിവിഷനിലും മറ്റുമൊക്കെ കാണുന്നത് പോലെയല്ല, ഈ പ്രദേശത്ത് നേരിട്ട് വന്ന് കാണുമ്പോഴാണ് നെഞ്ചകം പിളരുന്ന കാഴ്ചയാണിത് എന്ന് അവിടെ എത്തുന്ന ദുരന്ത പ്രദേശങ്ങളിലടക്കം രക്ഷാദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ളവർ തന്നെ പറയുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത്. സൈന്യവും അത്തരത്തിലുള്ള പ്രതികരിക്കുന്നു. രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ചത് എന്നത് തന്നെയാണ് പ്രതികരണങ്ങൾ. ഷബീറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഈ സന്ദർശനത്തിന് ശേഷം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ നമുക്ക് ആ വിവരങ്ങളിലേക്ക് തിരികെ എത്താം. കണ്ണീർ പൊടിയാതെ കാണാനാകില്ല മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും കാഴ്ചകൾ. ന്യൂസ് 18 ക്യാമറ സംഘത്തിലെ അരുൺ പാലോട്, ശ്രീജിത്ത് C കല്ലുമുട്ടി, ഷിജു ചവറ, അഖിൽ ഒട്ടുപാറ എന്നിവർ ദുരന്ത മേഖലയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്.